हमको महिमा मिले। ഇങ്ങനെ ഈ ലോക്ക്ഡൌണിലും ഒരവസരം ദൈവവചനത്തിൽ ചിന്തിക്കുവാനായിട്ട് ദൈവം എന്നെയും ബലപ്പെടുത്തിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस लॉकडाउन के समय में भी परमेश्वर ने मुझे इस्तेमाल किया कि इस प्रकार से परमेश्वर के वचन से चंद बातें बोलूं, इसके लिए मैं उसका शुक्रगुजार हूँ। ഈ ലോക്ക്ഡൌണിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ये लॉकडाउन का भी परमेश्वर के द्वारा हमारे लिए कुछ खास उद्देश्य है, इसलिए ये लॉकडाउन लागू किया गया है। അനേക വചനങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ സൂം ദ്വാര നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. कई दासों से हम परमेश्वर के वचन को पिछले दिनों सुनते आए हैं। മാർച്ച് 21 ലോക്ക്ഡൌൺ ആയത്. ഇപ്പോൾ 2 മാസം പിന്നിടുന്നു. और मार्च 21 तारीख से 2 माह हो रहे हैं। എന്നാലും ഇതിന്റെ പിന്നിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. लेकिन इसके पीछे भी परमेश्वर का एक उद्देश्य है, इस बात को हम समझ सकते हैं। ആ ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. और उसी दृष्टिकोण पर मैं आज आप लोगों से बात करना चाहूंगा। ഇന്ന് ഞാൻ ഈ മനുഷ്യരുടെ ബന്ധത്തിൽ 6 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. मनुष्यों के संदर्भ में मैं करीब 6 बातों को आपसे आज बताना चाहूंगा। ഈ 6 കാര്യങ്ങളും ദേവദാസന്മാർ മുഖാന്തരം പല മെസ്സേജിൽ കൂടി പല ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിച്ച വിഷയം തന്നെയാണ്. और ये जो 6 विषय हैं, इनको कई एक परमेश्वर के दासों ने अलग अलग समय में अलग अलग दृष्टिकोण में प्रस्तुति किया है। ഇന്ന് ഞാൻ സംസാരിക്കുന്ന എല്ലാറ്റിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. और आज का जो वचन है उसमें भी परमेश्वर का एक दृष्टिकोण है इस विषय पर, इसलिए मैं उसमें से बात करना चाहूंगा। ആദ്യമായിട്ട് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. सबसे पहले हम अय्यूब की पुस्तक और उसका 22वां अध्याय 42वां अध्याय उसका दूसरा पद को पढ़ेंगे। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. मैं जानता हूं कि तू सब कुछ कर सकता है और तेरी युक्तियों में से कोई रुक नहीं सकती। ഇവിടെ നാം കാണുന്ന നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. यहाँ पर वो कह रहे हैं कि तू सब कुछ कर सकता है, तेरी युक्तियों में से कोई भी रुकेगी नहीं। ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സദൃശവാക്യം 16-ന്റെ 3-4 വാക്യങ്ങൾ. हम नीति वचन और उसका 16:4-3 16 अध्याय 3 और 4 पढ़ेंगे। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. अपने कामों को यहोवा पर डाल दे, इससे तेरी कल्पनाएं सिद्ध होंगी। यहोवा ने सब वस्तु में विशेष उद्देश्य के लिए बनाई हैं, वरन दुष्ट को भी विपत्ति भोगने के लिए बनाया है। ഒരു വാക്യം കൂടെ വായിക്കാം. സദൃശവാക്യം 19-ന്റെ അതിന്റെ 21-ാമത്തെ വാക്യം. एक और पद पढ़ लेंगे, नीति वचन और उसका 19वां अध्याय 21 उसका 21वां पद। മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. मनुष्य के मन में बहुत सी कल्पनाएं होती हैं, परंतु जो युक्ति यहोवा करता है वही स्थिर रहती। ഇവിടെ നാം ആദ്യമായിട്ട് നാം വായിച്ച ഇയ്യോബിനെ കുറിച്ചാണ്. നിനക്ക് സകലം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. और पहले हमने पढ़ा अय्यूब के विषय में कि तुझसे सब कुछ हो सकता है, तेरी कोई भी युक्ति ऐसी नहीं होगी जो पूरी नहीं हो सकती। ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ഇയ്യോബ് പറയുന്നതാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. और जब अय्यूब की जो प्रश्न थे उनका जब कोई उत्तर नहीं मिला, तब ये इन बातों को अय्यूब कह रहा है, ऐसा हम पढ़ते हैं। ഇവിടെ നാം കാണുന്ന വൈകി കിട്ടിയ അറിവാണ് ഇയ്യോബിന് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. और यहाँ पर हम ये समझ सकते हैं कि थोड़ी देर से उनको ये वचन के बारे में ज्ञान मिला या उसका उत्तर मिला।
എന്നാൽ ദൈവം തന്നെ യോബിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. लेकिन हम देखते हैं कि अय्यूब खुद ही उसका जवाब जो है उसको परमेश्वर की ओर से मिलता है, पहला अध्याय पहला पद में. അവിടെ നാം കാണുന്ന അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലനും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम वहां पर पढ़ते हैं कि अय्यूब के 4 विशेषताओं के विषय में वहां पर परमेश्वर कहता है कि वो खरा है, वो सीधा है, परमेश्वर का भय मानता है और बुराई से परे रहता है. ഇത് യോബിനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ്. ये परमेश्वर के एक गवाही है जो अय्यूब के विषय में उन्होंने दी है. എന്നാൽ യോബിനെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. लेकिन हम देखते हैं कि अय्यूब की परीक्षा लेने के लिए परमेश्वर ने शैतान को अनुमति दी. ദൈവം അവനെ അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. वहां हम देखते हैं कि परमेश्वर ने शैतान को अनुमति दी. എന്നാൽ ഒരു കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്, യോബിന്റെ ജീവനെ എടുക്കുവാനായിട്ട് ദൈവം അനുവാദം കൊടുത്തില്ല. लेकिन एक चीज वहां पर है कि परमेश्वर ने अय्यूब के जीवन पे से कोई खेल खेलने के लिए मना किया शैतान. യോബിനെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ആ ആംഗിളിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. എല്ലാറ്റിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ആംഗിളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. और इसलिए कि परमेश्वर के ये इस दृष्टिकोण को देखते हुए मैं उन बातों को आपके सम्मुख रखना चाहता हूँ. യോബിനെ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम देखते हैं कि अय्यूब का सारा साजो सामान और उसके बच्चे तक नष्ट हो गए. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ये क्यों हो रहा है, इस बात को वो समझ नहीं पाया. തന്റെ സമ്പത്ത്, തന്റെ ആടുമാടുകൾ, കഴുതുകൾ, വേലക്കാർ, ഒട്ടകങ്ങൾ, ഏറ്റവും ഒടുവിൽ തന്റെ മക്കളും നഷ്ടപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. हम देखते हैं कि उसके जितने जानवर थे वो सारे जानवरों उसके लिए नष्ट हो गए और अंत में हम देखते हैं कि उसके बेटे बेटी भी मर गए. എന്നിട്ടും യോബ് യഹോവയുടെ നാമത്തെ വാഴ്ത്തുന്നതായിട്ടാണ് നാം കാണുന്നത്. लेकिन इन सब हानियों के बावजूद भी अय्यूब को हम देखते हैं कि वो परमेश्वर की प्रसन्नता करता है. അവിടെ നാം കാണുന്നത് 2:21 യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് പറയുന്നത്. वहां पर अय्यूब कह रहा है, दूसरा अध्याय उसके 21वें पद में, कि परमेश्वर ने दिया, परमेश्वर ने लिया, परमेश्वर की स्तुति हो. ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യനാൽ അനുഭവിക്കുന്ന അതികഠിനമായ കഷ്ടതകളാണ് ഇയ്യോബ് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. और मनुष्यों के द्वारा उठाए जा सकने वाले बहुत बड़े कष्टों में से एक कष्ट को वहां पर अय्यूब को उठाते हुए हम देखते हैं. എന്തിനാണ് ഇത്ര കഷ്ടതകൾ ദൈവം ഇയ്യോബിന് കൊടുത്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ ദൈവം തന്നെ പറയുന്നതായിട്ട് നാം കാണുന്നില്ല. हम ये नहीं देखते कि परमेश्वर ने वहां पे कोई जवाब दिया कि क्यों अय्यूब को ये सब कष्ट और नष्ट उठाने पड़ रहे हैं. എന്നാൽ ദൈവം ഒന്ന് പറയുന്നുണ്ട്, നീതിമാനായ ഇയ്യോബ് എന്നാണ് ദൈവം അവിടെ പറയുന്നത്. लेकिन एक बात संबोधित करते हुए परमेश्वर कहते हैं कि अय्यूब जो है एक धर्मी मनुष्य. അവിടെ നാം കാണുന്നത് തന്റെ സ്നേഹിതന്മാർ, യോബിന്റെ സ്നേഹിതന്മാർ ദൈവത്തെ തള്ളി പറയുവാനായിട്ട് പറയുന്നുണ്ട്. वहां पर हम देखते हैं अय्यूब के जितने मित्रगण थे वे सब अय्यूब से कहते हैं कि परमेश्वर यहोवा का तिरस्कार कर दे. സ്വന്തം ഭാര്യ പോലും ദൈവത്തെ തള്ളി പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. हम वहां देखते हैं कि अय्यूब की पत्नी ने भी उसे यही सुझाव दिया, कम से कम अब परमेश्वर का जो है तो निंदा करके मर जा. और എന്നിട്ടും ഇയ്യോബ് ദൈവത്തെ ത്യജിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. लेकिन इन सब के बावजूद भी हम देखते हैं कि अय्यूब ने परमेश्वर का तिरस्कार नहीं किया. ദൈവത്തിന് അറിയായിരുന്നു ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ തള്ളി പറയുകയില്ല എന്ന്. और परमेश्वर जानता था कि अय्यूब कभी भी मेरा तिरस्कार नहीं करेगा, मेरी निंदा नहीं करेगा. ഒടുവിൽ സാത്താൻ തന്നെ അവിടെ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और अंत में हम देखते हैं कि शैतान पराजित हो जाता है. 2 പ്രാവശ്യം ഇയ്യോബിന് വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന സാത്താൻ മൂന്നാമതായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നതായിട്ട് നാം കാണുന്നില്ല. और हम देखते हैं कि शैतान जो है 2 बार अय्यूब के खिलाफ परमेश्वर से बातें करने जाता है, लेकिन तीसरी बार फिर वो कभी नजर नहीं आया. ഇവിടെ നാം കാണുന്നത് ദൈവം
ദൈവസന്നിധിയിൽ നിൽക്കാൻ പോലും അവന് അധികാരമായിട്ട് ദൈവം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നില്ല. और इस प्रकार हम देखते हैं कि परमेश्वर अपने उपस्थिति में दोबारा शैतान को आने की अनुमति नहीं देता। ഇവിടെ നാം കാണുന്ന ദൈവം ഇയ്യോബ് മുഖാന്തരം സാത്താന്റെ പരീക്ഷയെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ ഉദ്ദേശം. और इस प्रकार हम देखते हैं कि परमेश्वर की योजना उद्देश्य वहां पर यह था कि अय्यूब के द्वारा शैतान को वो निकम्मा साबित कर दे। ഇവിടെ നാം കാണുന്നത് ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. अब यहाँ पर देखते हैं आगे पढ़ने पर कि अय्यूब का जो कुछ भी नुकसान हुआ था उसका दुगना उसने भर के दिया। ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം ഇയ്യോബ് മുഖാന്തരം സാത്താന്റെ പരീക്ഷയെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. और इस प्रकार यहाँ का उद्देश्य, इस घटना से उद्देश्य हमको ये मिलता है, परमेश्वर का उद्देश्य ये था कि वो अय्यूब के द्वारा शैतान को एक निकम्मा पात्र होकर के घोषित कर दे। രണ്ടാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. दूसरी बात जो हम अभी मनन करने जा रहे हैं वो उत्पत्ति की पुस्तक से। അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുന്നതായിട്ട് നാം കാണുന്നു. वहां पर हम पढ़ते हैं कि आदम और हव्वा की सृष्टि करके परमेश्वर ने उनको अदन की वाटिका में रखा। അവിടെയും ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. എന്തിനാണ് അത് അവിടെ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയതിന്? वहां पर भी हम देखते हैं कि परमेश्वर का एक उद्देश्य था, जिस उद्देश्य को पूर्ति के लिए आदम और हव्वा की सृष्टि करके उनको अदन की वाटिका में रखा। ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. उत्पत्ति 2 अध्याय और उसके 15वें पद में हम यूं पढ़ते हैं, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്ന് നാം കാണുന്നു. अब यहोवा परमेश्वर ने आदम को लेकर अदन की वाटिका में रख दिया कि वह उसमें काम करे और उसकी रक्षा करे। എന്നാൽ രണ്ട് കണ്ടീഷൻ അവിടെ വെക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അതിന്റെ 16-ഉം 17-ഉം വാക്യത്തിൽ. लेकिन वहां पर 2 शर्तें रख देता है। 16 और 17वें पद में हम पढ़ सकते हैं उसको। അവിടെ നാം കാണുന്ന യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. और यहोवा परमेश्वर ने आदम को यह आज्ञा दी, तू वाटिका के सब वृक्षों के फल बिना खटके खा सकता है, पर भले या बुरे के ज्ञान का जो वृक्ष है उसका फल तू कभी ना खाना, क्योंकि जिस दिन तू उसका फल खाएगा उसी दिन अवश्य मर जाएगा। അവിടെ രണ്ട് കണ്ടീഷൻ ദൈവം മനുഷ്യന് വെക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞ ആ കണ്ടീഷൻ മനുഷ്യൻ പാലിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ये 2 शर्तें वहां पर परमेश्वर ने आदम को दी थी, लेकिन उनका पालन वो नहीं करता है। നമുക്കറിയാം വെയിലാറുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യരുമായി സംഭാഷിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. आगे वहां पर पढ़ते हैं कि परमेश्वर की ये दिनचर्या में था कि सांझ के ठंडे समय में या दिन के ठंडे समय में वो आकर के आदम के साथ हव्वा के साथ वार्तालाप संगति किया करता था। എന്നാൽ സാത്താനാൽ അവർ പാപം ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. लेकिन हम देखते हैं कि शैतान के बहकाने में आकर के वे लोग पाप करते हैं। അതുകൊണ്ട് ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और हम देखते हैं कि इस पाप करने के फलस्वरूप आदम और हव्वा को परमेश्वर ने अदन की वाटिका में से निकाल कर बाहर कर दिया। അതിന്റെ 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. तीसरा अध्याय और उसके 24वें पद में इस बात को हम देख सकते हैं। അവിടെ നാം കാണുന്നത് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കിരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലീയമായി നിർത്തി. इसलिए आदम को उसने निकाल दिया और जीवन के वृक्ष के मार्ग का पहरा देने के लिए अदन की वाटिका के पूर्व की ओर करीबों को और चारों ओर घूमने वाली ज्वाला में तलवार को भी नियुक्त कर दिया। ഇവിടെ നാം കാണുന്നത് അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അവർ ദൈവകൽപ്പന ലംഘിച്ചത് മൂലം ആണ്. और इस प्रकार यहाँ पर हम ये निष्कर्ष पे पहुंचते हैं कि चूंकि आदम और हव्वा ने परमेश्वर के हुक्म का पालन नहीं किया, इसलिए उनको अदन की वाटिका में से बाहर निकाल दिया गया। എന്നാൽ ഇവിടെയും ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. यहाँ पर भी परमेश्वर का एक उद्देश्य था। അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് പാപത്തിൽ പിറന്ന ജാതികളായ നമ്മെ ഓരോരുത്തരെയും ദൈവമക്കളാക്കുവാനും വീണ്ടെടുക്കുവാനും കാരണമായത്. और क्योंकि आदम को और हव्वा को उसने निकाल दिया था, इसलिए
इसलिए जो है वहां पर मनुष्य जाति के पाप के छुटकारे के लिए एक मार्ग खोल पाएगा। അതെ, മുന്നമേ ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ട് നമുക്ക് ഇന്ന് ഓർക്കുവാനായിട്ട് കഴിയും. और हम इस प्रकार देख सकते हैं पहले से परमेश्वर ने मुझे और आपको देख लिया था, इस बात को हम वहां पर अंगीकार कर सकते हैं। അതുകൊണ്ടാണ് കാൽവരി ക്രൂശില് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ സാധ്യമായി തീർന്നത്. इसलिए कलवरी के क्रूस पर मेरे और आपके लिए जो उद्धार का जो कार्य परमेश्वर ने किया वो पूरा हो सका। അതെ, ആദവും ഹവ്വയും പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ അവന്റെ മക്കളും സന്താനവും പ്രിയമക്കളും ആകുവാനായിട്ട് അവനെ നമുക്ക് ഒരിക്കലും തീരുവില്ലായിരുന്നു. और ये हो नहीं सकता था कि मैं और आप उद्धार के अनुभव में आते और उसके संतान कहलाए जाते यदि आदम पाप नहीं किया होता। അതെ, ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് മുന്നമേ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. इसलिए हम देखते हैं कि यहाँ पर भी परमेश्वर का मेरे और आपके प्रति एक उद्देश्य था। മൂന്നാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ തന്നെയാണ്. 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുവാനായിട്ട് കഴിയുന്നത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. उत्पत्ति 6वें अध्याय में हम देखते हैं कि नूह के ऊपर भी परमेश्वर का एक आशीष और अनुग्रह आने पाया। അവിടെ നാം കാണുന്നത് ദൈവം നോഹയോട് കൽപ്പിക്കുന്നു, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം എന്ന്. यहाँ हम देखते हैं 6वें अध्याय में कि परमेश्वर ने ये आज्ञा दी नूह को कि वो गोफेर के पेड़ से के वृक्ष के लकड़ी से एक नाव या जहाज तैयार करे। ഇവിടെ നാം കാണുന്നത് എന്തിനാണ് നോഹയോട് ദൈവം ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്, അതിന്റെ ഉത്തരം തന്നെ അവിടെ പറയുന്നുണ്ട്. അതിന്റെ 13-ും 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6वें अध्याय के 13 और 14 पद में हम उसका उत्तर भी पाते हैं कि क्यों गोफेर के वृक्ष के लकड़ी से ही इस वृक्ष को, इस जहाज को बनाने की आज्ञा परमेश्वर ने दी। അവിടെ നാം കാണുന്ന ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്നാൽ സകല ജഡത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. और वहां पर हम देखते हैं कि परमेश्वर मनुष्य को बनाने से पछताया और इसलिए सारे मनुष्यों के अंत का प्रश्न मेरे सामने आ गया है, ऐसा परमेश्वर कहते हैं और नूह को ये आज्ञा देते हैं कि वो एक जहाज बनाए। അവിടെ നാം കാണുന്ന സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. वहां पर एक प्रश्न वहां पर बताया गया है परमेश्वर की ओर से कि सारे मनुष्य जाति के अंत का प्रश्न मेरे सामने आ गया है। അതുകൊണ്ട് ഞാൻ അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കുമെന്നാണ് അവിടെ നാം കാണുന്നത്. और इसलिए वो कहते हैं कि मैं पृथ्वी समेत सारे मनुष्य जाति का अंत कर दूंगा। അതിന്റെ 11-ും 12-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് നാം കാണുന്നത്. ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു, ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു, സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. 11 और 12 पद यदि आप पढ़ेंगे 6वें अध्याय का उत्पत्ति के, वहां पर यूं लिखा है कि उस समय पृथ्वी परमेश्वर की दृष्टि में बिगड़ गई थी और उपद्रव से भर गई थी, और परमेश्वर ने पृथ्वी पर जो दृष्टि की तो क्या देखा कि वह बिगड़ी हुई है, क्योंकि सब प्राणियों ने पृथ्वी पर अपना अपना चाल चलन बिगाड़ लिया था। അവിടെ നാം കാണുന്ന ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കാണുന്നതായിട്ട് ദൈവം തന്നെ പറയുകയാണ്. और यहाँ पर परमेश्वर स्वयं कह रहे हैं कि उन्होंने पृथ्वी की ओर देखा और ये पाया कि वो उपद्रव से भर गई है। എന്നാൽ ദൈവം നോഹയോട് കൽപ്പിച്ചത് നോഹ അവിടെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. उत्पत्ति 6th अध्याय 22 ओके 6वां अध्याय और उसका 22वां पद उत्पत्ति का यदि आप पढ़ेंगे, वहां पर लिखा है परमेश्वर की इस आज्ञा के अनुसार नूह ने किया। ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തതായിട്ട് നാം കാണുന്നു. और जो जो बातें परमेश्वर ने नूह से कही थी वो सब कुछ वैसा का वैसा नूह ने किया, ऐसा हम पढ़ते हैं। നമുക്കറിയാം നോഹ 120 വർഷം അത് ജനത്തോട് പ്രസംഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम यहाँ से अंदाजा लगा सकते हैं कि करीब 120 वर्ष तक
नूह लोगों से बातें करता रहा, प्रचार करता रहा। എന്തിനാണ് അങ്ങനെ പ്രസംഗിച്ചതെന്ന് നമുക്ക് അവിടെ ഉത്തരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 6वां अध्याय उत्पत्ति का और उसका 17वें वचन में हम पढ़ सकते हैं कि क्यों इस प्रकार से प्रचार नूह ने किया। അവിടെ നാം കാണുന്ന ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കുവാൻ ഞാൻ ഭൂമിയെ ഒരു ജലപ്രളയം വരുത്തും, ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകുമെന്ന് നാം അവിടെ വായിക്കുന്നു. में लिखा हुआ है कि मैं, परमेश्वर कहते हैं कि मैं पृथ्वी पर जल प्रलय लाने पर हूँ और जिसके द्वारा सब प्राणियों का अंत होने वाला है और जितने जो प्राणी जीवन का नथनों में जीवन का श्वास है वे सब मर जाएंगे, ऐसा वहां पे परमेश्वर घोषणा करते हैं। അവിടെ നാം കാണുന്നത് നോഹ ജനത്തോട് പ്രസംഗിച്ചു, ദൈവം ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുമെന്ന്. और इसलिए नूह लोगों से प्रचार कर करके ये कहते थे कि जल प्रलय आने वाला है और सारे संसार का विनाश नजदीक है। അവിടെ നാം കാണുന്ന ദൈവത്തിന്റെ ഉദ്ദേശം ജനം തങ്ങളുടെ അതിക്രമവും വഷളത്വവും വിട്ട് ദൈവസന്നിധിയിലേക്ക് വരണം എന്നുള്ളതായിരുന്നു. और यहाँ पर हम परमेश्वर के उस उद्देश्य को समझ पाते हैं जिसके द्वारा वो चाहते थे कि सारे मनुष्य जाति मन फिरा करके परमेश्वर की ओर वापस लौट आए। എന്നാൽ ജനം നോഹയുടെ പ്രസംഗിച്ച വാക്ക് കേട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. लेकिन हम देखते हैं कि संसार के कोई भी लोग जो उस समय जीवित थे उन्होंने नूह की आवाज को, नूह के संदेश को नहीं माना। എന്നാൽ ദൈവം ജലപ്രളയത്താൽ മനുഷ്യനെ നശിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. और इसलिए इसके परिणाम स्वरूप परमेश्वर को हम देखते हैं कि उसने जल प्रलय ला करके सारे मनुष्य जाति को नष्ट किया। ദൈവത്തിന്റെ ഉദ്ദേശം, അവിടെ ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നോഹയുടെ പ്രസംഗം കൊണ്ട് ജനങ്ങൾ തങ്ങളുടെ അതിക്രമവും വഷളത്വവും വിട്ട് ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതായിരുന്നു. तीसरा उद्देश्य हमने यहाँ पर देखा परमेश्वर का, वो ये था कि नूह के प्रचार को सुन करके लोग जो है अपने मन फिरा के परमेश्वर की ओर वापस लौट आए। എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ സാധിച്ചതായിട്ട് നാം കാണുന്നില്ല. ജനം ജലപ്രളയത്താൽ നശിച്ചു പോയതായിട്ട് നാം കാണുന്നു. लेकिन हम वहां पर भी देखते हैं कि परमेश्वर का जो इच्छा थी, जो उद्देश्य था, वो वहां पर भी पूरा नहीं होता है और सारी पृथ्वी पर जल प्रलय के द्वारा विनाश आ जाता है। നമുക്കറിയാം നോഹയും കുടുംബവും മാത്രമാണ് ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നത്. हम यहाँ पर समझ सकते हैं कि सिर्फ नूह और उसका घराना उस जल प्रलय से बच पाया। നാലാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യമാണ്. चौथी बात जो हम देखने वाले हैं वो है उत्पत्ति की पुस्तक उसका 37वां अध्याय, जेनेसिस 37 उसका 23 और उसका 23वां पद। അവിടെ നാം കാണുന്നത് ജോസഫിനെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. वहां पर हम यूसुफ के विषय में पढ़ते हैं। ഇവിടെ ജോസഫിനെ തന്റെ സഹോദരന്മാർ ഒരു പൊട്ടക്കുഴിയിൽ ഇടുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. वहां पर पढ़ते हैं कि यूसुफ को उसके भाइयों ने एक अंधे कुएं में डाल दिया। ഇവിടെയും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. वहां पर भी परमेश्वर का इस घटना के प्रति एक उद्देश्य था। ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് നാം പല രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. यूसुफ के जीवन से कई एक बातों को हम देख सकते हैं, बहुत सारे उद्देश्य उसके जीवन से थे, लेकिन मैं यहाँ पर सिर्फ यूसुफ का इस उद्देश्य को देखना चाहता हूँ जिसके प्रति मैं बताना चाह रहा हूँ। ഇവിടെയും ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. यहाँ पर भी हम देख सकते हैं कि परमेश्वर का एक उद्देश्य था। വേണമെങ്കിൽ തന്റെ സഹോദരന്മാർക്ക് ജോസഫിനെ കൊല്ലാമായിരുന്നു. और ये भी हो सकता था उस दौरान कि जो यूसुफ के भाई लोग थे, हो सकता है कि वे लोग उसको मार भी डालते। എന്നാൽ റൂബേനെ അതിനെ സമ്മതിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. लेकिन उनके बड़े भाई रूबेन जो है उसके प्रति अपनी इच्छा को नहीं व्यक्त करते हैं और അതുകൊണ്ടാണ് ജോസഫിനെ തന്റെ സഹോദരന്മാർ ഒരു പൊട്ടക്കിണറ്റിൽ ഇടുന്നത്. और से जो यूसुफ को उसके भाइयों ने एक अंधे कुएं में धकेल दिया। അവിടെ നാം കാണുന്നത് എന്നാൽ ജോസഫിനെ അവർ 20 വെള്ളിക്കാശിന് മിദ്യാന കച്ചവടക്കാർക്ക് വിൽക്കുന്നതായിട്ട് നാം കാണുന്നു. और बाद में हम देखते हैं कि वे मिद्यानी जो व्यापारी लोग थे उनके एक झुंड को
20 चांदी के टुकड़ों में इस यूसुफ को बेच देते हैं। അതെ, ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പോകുന്നിടത്തൊക്കെയും ദൈവം അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നു. हम देखते हैं कि इन सब के बावजूद परमेश्वर यूसुफ के संग संग रहा, जहां कहीं भी वो गया उसके कामों को सफल किया। ദൈവം ജോസഫിനെ ഉയർത്തിയതായിട്ട് നാം കാണുന്നു. और हम आगे बढ़ते हैं कि परमेश्वर ने यूसुफ को महान भी किया। ജോസഫ് അവിടെ നാം കാണുന്ന ജോസഫിന് മിസ്രൈമിൽ രണ്ടാമനായിട്ട് വാഴുന്നതായിട്ട് നാം കാണുന്നു. हम देखते हैं कि आगे चल करके यूसुफ पूरे मिस्र देश में दूसरा सबसे बड़ा अधिकारी राजा के बाद होकर के वहां पर महान बन जाता है। അവിടെ നാം കാണുന്നത് ഇസ്രയേലിൽ ക്ഷാമം ഉണ്ടാകുന്നു, മിസ്രൈമിൽ ധാന്യം ഉണ്ടാകുന്നു. അത് തന്റെ സഹോദരന്മാര് ധാന്യം കൊള്ളുവാനായിട്ട് മിസ്രയേലിൽ പോകുന്നതായിട്ട് നാം കാണുന്നു. के बारे में हम पढ़ते हैं उत्पत्ति की पुस्तक के अंतिम भागों में कि मिस्र देश में और सारी पृथ्वी पर बड़ा अकाल पड़ा, लेकिन मिस्र देश में खाने पीने की सब चीजों को उसने भंडार करके रख लिया था। തന്റെ സഹോദരന്മാർ ധാന്യം കൊള്ളുവാനായിട്ട് മിസ്രൈമിൽ പോകുന്നതായിട്ട് നാം കാണുന്നു ജോസഫിന്റെ അടുക്കൽ. और हम देखते हैं कि उसके भाई लोग भी अपने पिता के निर्देशानुसार यूसुफ के पास अनाज खरीदने के लिए जाते हैं। അവിടെ നാം കാണുന്ന ഒടുവിലായിട്ട് നാം കാണുന്നത് യാക്കോബിനും തന്റെ സഹോദരന്മാർക്കും സുഭിക്ഷമായി ധാന്യം നൽകുവാനും തന്റെ അപ്പനെയും സഹോദരന്മാരോട് കൂടെ ഒന്നിച്ച് താമസിക്കുവാനും ജോസഫിന് അവിടെ കാരണമായി തീർന്നതായിട്ട് നാം കാണുന്നു. और बाद में हम पढ़ते हैं कि यूसुफ और उसका पूरा घराना उसके साथ मिल जाता है। वे लोग सब मिलकर एक साथ मिस्र देश में रहते हैं। ऐसा हम आगे पढ़ सकते हैं। ഇവിടെയും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ജോസഫ് മുഖാന്തരം യാക്കോബും തന്റെ സഹോദരന്മാർക്കും സുഭിക്ഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം ദൈവം അവർക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. यहाँ पर भी परमेश्वर के उस बड़े उद्देश्य को हम देख सकते हैं, जिसके द्वारा परमेश्वर ने चाहा कि उस कठिन घड़ी में, उस अकाल की घड़ी में भी यूसुफ और पूरा इजराइल जो है परमेश्वर के सन्मुख में जीवित रह पाया। അതെ, നാം ഇനി അഞ്ചാമതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് യോനയുടെ വിഷയത്തെ കുറിച്ചാണ്. पांचवी जो उद्देश्य है परमेश्वर का मनुष्य के जीवन में इन दिनों, उसके विषय में हम देखें उसके उद्देश्य को पूरा करने के लिए योना भविष्यवक्ता की पुस्तक में हम आ सकते हैं। നമുക്കറിയാം യോനയെ കപ്പൽക്കാരെടുത്ത് വെള്ളത്തിൽ ഇടുന്നതായിട്ട് നാം കാണുന്നു. हम योना के जीवन को देखते हैं कि उसके आज्ञा न मानने के कारण जहाज में सवार लोगों ने उसको उठा करके समुद्र में फेंक दिया। യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. योना की पुस्तक 1 अध्याय उसके 15 पद में इस बात को हम देख सकते हैं। യോനയെ വെള്ളത്തിൽ ഇട്ടതിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. और योना को इस प्रकार जल में फेंकने के पीछे भी परमेश्वर की ओर से एक उद्देश्य था। അവിടെ നാം കാണുന്നത് യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത് യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക എന്നാണ് യഹോവ യോനയോട് പറഞ്ഞത്. योना की पुस्तक उसका 1 अध्याय उसके पहली आयत में हम पढ़ते हैं कि परमेश्वर ने योना के लिए एक भविष्यवाणी करने के लिए उसको नीनवे शहर जाने के लिए कहा था। वहां जाकर उसे उस बड़े नगर नीनवे के खिलाफ प्रचार करना था। അവിടെ നാം കാണുന്നത് അവരുടെ ദുഷ്ടത എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നാണ് യഹോവ യോനയോട് പറഞ്ഞത്. यहोवा परमेश्वर ने वहां पर योना से यूं कहा कि उस बड़े नगर के लोगों की बुराई मेरी दृष्टि में बढ़ गई है। അവിടെ നാം കാണുന്നത് എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. लेकिन हम वहां पर आगे पढ़ते हैं कि योना जो है परमेश्वर की आज्ञा का उल्लंघन करते हुए निनवे की जगह में वो तर्शीश नगर को चला जाता है। തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ കൂലി കൊടുത്ത് പോകുന്ന ഒരു യോനയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. वहां पर एक ऐसे योना को हम देखते हैं परमेश्वर की आज्ञा को ना मानकर तर्शीश जाने वाले जहाज में चढ़कर भाड़ा देख करके बैठ गया। എന്നാൽ യോനയെ ദൈവം അങ്ങനെ പോകുവാനായിട്ട് സമ്മതിച്ചില്ല. लेकिन योना को परमेश्वर ने इस प्रकार से वहां से जाने के लिए अनुमति नहीं दी। അവിടെ നാം കാണുന്നത് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി എന്ന് നാം കാണുന്നു. हम वहां पढ़ते हैं कि योना के विरुद्ध काम करते हुए परमेश्वर ने वहां पर समुद्र में एक बड़ा बवंडर उठाया, एक बड़ी आंधी उठी और जहाज टूटने लगा।
അവിടെ നാം കാണുന്ന യോന മുഖാന്തരമാണ് ഈ കോള് ഒക്കെ ഉണ്ടായതെന്ന് കപ്പൽക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കപ്പൽക്കാർ യോനയെ എടുത്ത് വെള്ളത്തിലിട്ടത്. और वहां पर जहाज में जितने लोग थे, मल्लाह लोग, वे सब डर गए और उनकी समझ में ये बात आ गया कि योना के कारण ये मुसीबत, ये आंधी उन लोगों के ऊपर आई है, इसीलिए उन्होंने उसको उठाकर समुद्र में फेंक दिया. അവിടെ നാം കാണുന്നത് അവിടെ ഒരു മത്സ്യം വന്ന് യോനയെ വിഴുങ്ങുന്നതായിട്ട് നാം കാണുന്നു. और वहां हम देखते हैं कि एक बड़ा मछली आ करके, मगरमच्छ आ करके योना को निगल जाता. പിന്നീട് നാം കാണുന്നത് നമുക്കറിയാം, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് അവിടെ അനുതപിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു. और बाद में हम देखते हैं मछली के पेट में पड़े रह करके योना ने वहां पर पश्चाताप के साथ परमेश्वर की दुहाई दी. ഒടുവിൽ നാം കാണുന്നത് യഹോവ യോനയുടെ പ്രാർത്ഥന കേൾക്കുന്നതായിട്ട് നാം കാണുന്നു. वहां पर हम पढ़ते हैं कि यहोवा परमेश्वर ने योना की प्रार्थना और विनती को सुन लिया. അവന്റെ പ്രാർത്ഥന കേട്ട് അവിടെ ഉത്തരം അരുളുന്നു. वहां पर वो जवाब भी देते हैं उस प्रार्थना का. അവിടെ നാം കാണുന്നത് ഒടുവിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യോന നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കുന്നതായിട്ട് നാം കാണുന്നു. और इसके बाद हम देखते हैं कि परमेश्वर की आज्ञा को मानते हुए योना नीनवे के शहर में जा करके उसके लोगों के विरुद्ध में वहां पर भविष्यवाणी करते हैं. അവിടെ നാം കാണുന്ന നിനവേക്കാർ തങ്ങളുടെ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞതായിട്ട് നാം കാണുന്നു. वहां पर एक बड़ी बेदारी आती है. निनवे के शहर के लोग मन फिराते हैं, वे लोग पश्चाताप करके परमेश्वर की ओर फिरते हैं. അവിടെ നാം കാണുന്ന നിനവ നശിക്കാതിരിക്കാനായിട്ട് യോനയുടെ പ്രസംഗം ആവശ്യമായിരുന്നു. और वहां पर जरूरी था कि निनवे को उस विनाश से बचाने के लिए निनवे शहर में जाकर के योना इस प्रकार प्रचार करे. യോന അങ്ങനെ തന്നെ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. और हम बाद में देखते हैं कि योना ने ऐसा ही प्रचार किया. അവിടെ നാം കാണുന്നത് നിനവയിലെ 1,20,000 പേർക്ക് മനുഷ്യർക്ക് വിടുതൽ ലഭിച്ചു. और इस प्रकार वहां पे निनवे में प्रचार करने के द्वारा और वहां के लोगों के पश्चाताप करने के कारण लगभग 1,20,000 लोग वहां बचाए गए. അതെ, അവിടെ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോന അത് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കണം, അവിടുത്തെ ദുഷ്ട നിറഞ്ഞ ജനങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. तो यहाँ पर भी हमने उस पांचवें उद्देश्य को देख लिया कि परमेश्वर चाहते थे कि निनवे के जैसा बड़ा शहर नाश न हो, उस पर दंड की आज्ञा ना हो. इसके लिए वो चाहते थे कि योना जाकर वहां प्रचार करे और वहां के लोग मन फिराएं. ആറാമതായിട്ട് നാം നോക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് പൗലോസിന്റെയും ശീലാസിന്റെയും കാര്യത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. और छठवां जो परमेश्वर का उद्देश्य की एक घटना को और हम पढ़ेंगे, वो प्रेरितों के काम में है, जहाँ पर पौलुस और सिलास के विषय में लिखा गया है. അവിടെ നാം കാണുന്ന പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തില് ചങ്ങലയിൽ ഇടുന്നതായിട്ട് നാം കാണുന്നു. उस पुस्तक में हम पढ़ते हैं कि पौलुस और सिलास को कारागृह में डाल दिया गया. അവിടെ നാം കാണുന്നത് വെളിച്ചപ്പാടത്തിയുടെ ഭൂതം പൗലോസാൽ വിട്ടുപോയത് മൂലം തങ്ങളുടെ ലക്ഷണം പറയുന്ന യജമാന്മാർക്ക് ലാഭം പോയി എന്ന കാരണത്താലാണ് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച കാരാഗ്രഹത്തിൽ ഇട്ടത്. और पौलुस और सिलास को बंदी गृह में डालने के पीछे कारण यह था कि उन्होंने एक स्त्री जो भविष्य बताती थी और अपने मालिकों के लिए बहुत पैसा कमा लाती थी, उसकी उस शक्ति को प्रेरितों ने अर्थात पौलुस और सिलास ने नष्ट कर दिया. इसलिए वे लोग क्रोधित होकर के इनको बंदी गृह में डलवाए. ഇവിടെയും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. यहाँ पर भी परमेश्वर का एक उद्देश्य था. അവിടെ നാം കാണുന്ന രാത്രി രണ്ടുപേരും ദൈവത്തെ പ്രാർത്ഥിച്ചും പാടിയും സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നാം കാണുന്നു. वहां पर हम देखते हैं कि मध्य रात्रि को पौलुस और सिलास बड़े शब्द से गीत गा करके परमेश्वर की स्तुति करते थे. അതിന്റെ 24-25 വാക്യത്തില് നമുക്ക് 25-26 വാക്യത്തിൽ അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 25 और 26 पद में इस बात को हम देख सकते हैं. वहां അവിടെ നാം കാണുന്ന പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലങ്ങി വാതിലുകൾ തുറന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. वहां पर हम देखते हैं कि अचानक एक बड़ा भूमिडोल हुआ
और कारागृह के सब दरवाजे खुल गए। അവിടെ നാം കാണുന്നത് പൗലോസും ശീലാസും ഓടിപ്പോയി എന്ന് വിചാരിച്ച് കാരാഗ്രഹ പ്രമാണി ഊഹിച്ച് തന്നെത്താൻ കൊല്ലുവാനായിട്ട് ഭാവിച്ചതായിട്ട് നാം അവിടെ വായിക്കുന്നു. और वहां पर हम ये भी पढ़ते हैं कि जेलर ने ये सोचा कि शायद पौलुस और सीलास और जितने बंदीगृह में पड़े थे वे सब भाग गए होंगे, ये कह करके अपनी आत्महत्या करने के लिए अपनी तलवार निकाल लिया। വേണമെങ്കിൽ പൗലോസിനും ശീലാസിനും ഓടിപ്പോകാമായിരുന്നു, എന്നാൽ അങ്ങനെ അവർ ചെയ്തില്ല. तो चाहते तो पौलुस और सीलास यदि चाहते तो दोनों भाग सकते थे वहां से, लेकिन ऐसा उन्होंने नहीं किया. അവിടെ നാം കാണുന്നത് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും കർത്താവിൽ വിശ്വസിച്ച് സ്ഥാനപ്പെടുന്നതായിട്ട് നാം കാണുന്നു. और हम वहां पर आगे बढ़ विवरण में पढ़ते हैं कि उस कारागृह के बंदीगृह के जेलर अपना पूरे घराने समेत वहां पर उद्धार पाता है, बपतिस्मा लेता है. അവിടെയും ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. और इस प्रकार परमेश्वर का उद्देश्य वहां पर पूरा होता है. എന്തെന്നാൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ദൈവത്തെ അറിയുവാൻ ഇടയാകണം എന്നാണ് നാം കാണുന്നത്. यहाँ देख सकते हैं कि इसका उद्देश्य ये था कि ये जो अन्य जाति जेलर था वो अपने घराने समेत उद्धार के अनुभव में आए, ये परमेश्वर का उद्देश्य. അത് പൗലോസ് മുഖാന്തരം സാധിക്കുന്നതായിട്ട് നാം കാണുന്നു. पौलुस और सीलास के द्वारा ये कार्य पूरा हुआ है, हम देखते हैं. പ്രിയ ദൈവമക്കളെ, ഈ മഹാമാരിയുടെ സമയത്തും ദൈവത്തിന് നമ്മെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. प्रियो, इस महामारी के समय में भी हमारे जीवन के द्वारा परमेश्वर का कुछ उद्देश्य है. അതെന്തെന്നാൽ പിന്മാറ്റക്കാര് തിരിച്ചു വരണം, കൂടുതൽ ആളുകൾ ദൈവത്തെ അറിയണം. और उसका उद्देश्य ये है कि जो लोग पीछे हट गए हैं या आत्मिक रूप से पीछे हट गए हैं, लोगों को वापस लेके आना और परमेश्वर का सुसमाचार दूसरे बहुत से लोगों तक पहुंचना, ये उनका. അത് മാത്രമല്ല, സഭ കൂടുതൽ ഉണരണം, അത് വിശ്വാസികൾ കൂടുതൽ ആത്മീക വർധനവ് വരുത്തണം എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और यही नहीं, परमेश्वर हमसे ये भी चाहते हैं कि जो कलीसिया है वो और अधिक उन्नति को प्राप्त करे और हम सबके जीवन में, आत्मिक जीवन में एक बड़ी बेदारी. അതെ, രണ്ട് വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുകയാണ്. ആദ്യത്തെ വാക്യം സദൃശ്യവാക്യം 12-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. नीति वचन 12 अध्याय और उसका 21वां पद. ऐसे 1-2 पद को और पढ़ करके मैं अपने संदेश को विराम देने वाला हूं. സദൃശ്യവാക്യം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. धर्मी को हानि नहीं होती है, परंतु दुष्ट लोग सारी विपत्ति में डूब जाते हैं. ഇവിടെ നാം കാണുന്നത് നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാർക്കോ അനർത്ഥം കൊണ്ട് നിറയും. और यहाँ पर हम पढ़ चुके हैं कि जो धर्मी लोग हैं, पवित्र लोग हैं, उनको कोई हानि नहीं होती है, परंतु दुष्टता से भरे हुए लोगों को जरूर विपत्ति में वे डूब जाते हैं. ഒരു വാക്യം കൂടെ നാം വായിക്കാം. 2 ദിനവൃത്താന്തം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 13-ഉം 14 വാക്യം നമുക്ക് നോക്കാം. उसका इतिहास और उसका 7वां अध्याय. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തിന് മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തിയോ ചെയ്താൽ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. हम पढ़ते हैं कि यदि मैं आकाश को ऐसा बंद करूं कि वर्षा न हो, वह टिड्डियों को देश उजाड़ने की आज्ञा दूं, वह अपनी प्रजा में मरी फैलाऊं, तब यदि मेरी प्रजा के लोग जो मेरे कहलाते हैं दीन होकर प्रार्थना करें और मेरे दर्शन के खोजी होकर अपनी बुरी चाल से फिरें, तो मैं फिर स्वर्ग से सुनकर उनका पाप क्षमा करूंगा और उनके देश को ज्यों का त्यों कर दूंगा. ഇവിടെ നാം കാണുന്നത് ശലോമോന് യഹോവ പ്രത്യക്ഷനായി രാത്രി പ്രത്യക്ഷനായി പറയുന്ന കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. और यहाँ पर भवन के लिए जो अपनाया गया था सुलेमान के द्वारा, उस समय सुलेमान ने ये वचन दर्शन के रूप में सुलेमान को दिए. അവിടെ നാം കാണുന്ന ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു. എന്നാൽ യഹോവ രാത്രിയില് ശലോമോന് പ്രത്യക്ഷനായിട്ട് അവനോട് അരുളി ചെയ്ത വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്.
यहाँ पर जो भाग हमने पढ़ा है इसमें सुलेमान को परमेश्वर ने दर्शन दे करके रात में ये सब बातें बताई थी। എന്നാൽ ഇന്ന് ദൈവം നമ്മോടാണ് ഈ വാക്യത്തിന്റെ ഉത്തരത്തിനായിട്ട് ദൈവം നമ്മോടാണ് ഇന്ന് സംസാരിക്കുന്നത്. लेकिन इन्हीं वचनों को लेकर परमेश्वर आज हमसे बात करना चाहता है और हमसे इनका उत्तर चाहता है। അതാണ് ഇവിടെ നാം കാണുന്ന മഴ പെയ്യാതിരിക്കേണ്ടതിനും ഞാൻ ആകാശം അടയ്ക്കോ ദേശത്തെ തിന്ന് മുടിയേണ്ടതിന് വെട്ടുകിളിയോട് കൽപ്പിക്കോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തിയോ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് യഹോവ ദൈവം പറയുകയാണ്. यहाँ पर यहोवा परमेश्वर यूं कह रहा है कि मैं आकाश को बंद कर सकता हूँ ताकि वर्षा ना हो, या टिड्डियों को भेज सकता हूँ देश उजाड़ने के लिए, या फिर मैं अपनी प्रजा के बीच में महामारी भेज सकता हूँ। എന്നാൽ ഒരു കണ്ടീഷൻ ദൈവം അവിടെ പറയുന്നത്, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ അപേക്ഷ കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് യഹോവ പറയുകയാണ്. लेकिन यहाँ पर यहोवा परमेश्वर अपने उन विपत्तियों को डालने के बदले में या उनसे बचने के लिए जो उपाय है वो भी बताते हुए कहते हैं कि यदि मेरी प्रजा दीन बन जाए और मेरे दर्शन के खोजी हो जाए, अपनी बुरी चाल से यदि फिर जाए, तो मैं स्वर्ग में सुन करके उनका पाप क्षमा करूंगा और उनके देश को जो त्यों कर दूंगा. ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് ലോകം മുഴുവനും ഈ മഹാമാരി വന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശം കാണും. और इस प्रकार से हम देखते हैं कि ये जो महामारी पूरे संसार में फैली है उसके पीछे भी परमेश्वर का एक അതെ, തന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം എന്നുള്ളതാണ്. परमेश्वर का यहाँ पर उद्देश्य ये है आज कि वो जो प्रजा उसकी अपनी प्रजा कहलाती है वो अपने आप को दीन करे और मेरे दर्शन के खोजी हो जाए. അതെ, അവിടെ നാം കാണുന്ന തങ്ങളുടെ ദുർഗാത്മങ്ങളെ വിടണം, തന്റെ പാവങ്ങളെ ഒക്കെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുവാനായിട്ട് ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. वो चाहते हैं कि मनुष्य जाति अपने बुरी चालों से फिरे ताकि परमेश्वर उनके पाप को क्षमा कर इसको जो कर दे. അതെ, ദൈവം ഈ ലോക്ക്ഡൌണിലും ഒരു ഉദ്ദേശത്തിനായിട്ടാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. और इस लॉकडाउन के समय में भी परमेश्वर ने खास उद्देश्य से मुझे और आपको यहाँ पर रखा. അതെ, ദൈവത്തിന്റെ പ്രസാദപരമായ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. परमेश्वर चाहता है कि परमेश्वर को प्रसन्न करते हुए एक जीवन हम അതെ, നമ്മുടെ പാവങ്ങളുടെ ദൈവസന്നിധിയില് അതെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. परमेश्वर ने हमको अवसर दिया है कि और एक बार हम अपने आप का आत्मावलोकन करें और ये देखें कि हमारे जीवन के क्या क्या कमियां घटियां हैं उनको दूर करते हुए दूसरों को भी परमेश्वर के वचन को सुनाते हुए उनको भी परमेश्वर के सम्मुख लाते हुए अपने जीवन को बिताएं. വരുന്ന ദിവസങ്ങളിലെ ഈ വാക്യങ്ങളാൽ നമ്മെ ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ 6 കാര്യങ്ങളെ കുറിച്ച് കണ്ടു. അത് ഇയ്യോബിനെ കുറിച്ച് നാം കേട്ടു, നോഹയെ കുറിച്ച് നാം കേട്ടു, ആദാമിനെ കുറിച്ച് കേട്ടു, യോസഫിനെ കുറിച്ച് നാം കേട്ടു, യോനെ കുറിച്ച് കേട്ടു, പൗലോസിന്റെയും ശീലാസിന്റെയും കാര്യങ്ങൾ കേട്ടു. അവരെല്ലാരും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, അത് അവർ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. हमने अभी जिन 6 बातों को देखा उनका सारांश ये था कि आदम और हवा के विषय में कि उनके जीवन के द्वारा परमेश्वर का उद्देश्य था. नूह के विषय में भी हमने पढ़ा, अय्यूब के विषय में पढ़ा, हमने इसी प्रकार से पौलुस और सीलास के विषय में पढ़ा, योना के विषय में पढ़ा. इन सब के द्वारा परमेश्वर के उनके जीवनों से एक उद्देश्य था, उसको उन्होंने अंजाम तक पहुंचाया. അതെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഭയത്തോടും വിലകളോടും കഴിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. उसी प्रकार से मेरे और आपके जीवन के द्वारा भी परमेश्वर का एक खास उद्देश्य है. उस उद्देश्य को पूरा करते हुए मैं और आप अपना जीवन बिताएं, इसके लिए परमेश्वर हमारी सहायता करे. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर मेरी और आपकी सहायता करे, अनुग्रहित करे. परमेश्वर के बड़े नाम की महिमा.